ഞാൻ ഇന്നിവിടെ മുതിരപ്പയർ ഉപയോഗിച്ചൊരു കറിയാണ് വെക്കുന്നത് കേട്ടോ. മുതിര തിന്നാൽ കുതിര പോലെ ആവുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ പയർ കഴുകി റെഡിയാക്കി കുക്കറിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് നമ്മൾ വേഗം വെക്കുക. ഒരു 3-4 വിസിലടിക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ ശരിക്കും വേഗത്തുള്ളത്. അതിനുശേഷം ഇതുപോലെ വെണ്ടയ്ക്ക കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കുക. ഒരു വെണ്ടയ്ക്ക 3 പീസാക്കിയാൽ മാത്രം മതി. അതിനുശേഷം തക്കാളിക്ക നീളത്തിലരിയുക. പിന്നെ മുതിരപ്പയർ ഇപ്പോൾ വെന്ത് വന്നു. ഞാനിപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വെന്ത് കുഴയണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പൊഴിച്ച ഉപ്പ് എല്ലായിടത്തും പിടിച്ച് നല്ല സെറ്റാവും. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ വെണ്ടയ്ക്കായ, പിന്നെ നമ്മുടെ തക്കാളിക്ക, പിന്നെ ഒരു 3 ആവശ്യത്തിന് പച്ചമുളക്. ഞാനിവിടെ 3 പച്ചമുളക് എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ സവാളയും വെളുത്തുള്ളിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഈ വെളുത്തുള്ളി വെളുത്തുള്ളി കഴുകി റെഡിയാക്കി തൊലി കളയാതെ ചതച്ച് വാരി ഇട്ടാൽ മതി, നല്ലതാണ്. പിന്നെ നമ്മൾ സവാള നീളത്തിലരിഞ്ഞത് വിടുക. ഇത് രണ്ടും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു കുറച്ച് വെള്ളം ഒഴിക്കുക. പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പ് വേണ്ടവർക്ക് ഒഴിക്കാവുന്നതാണ്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ വീണ്ടും ഒരു വിസിലടുപ്പിക്കുക. 1-2 വിസിലടുപ്പിച്ചാൽ മാത്രം മതി, എല്ലാം നന്നായിട്ട് വെന്ത് ചേരും. അപ്പം ഇതിൻ്റെ വെണ്ടയ്ക്കയുടെ കൊഴുപ്പും ഒക്കെ നന്നായിട്ട് ഇറങ്ങും. പിന്നെ പച്ചത്തക്കാളിക്കയുടെ പുളി ഇറങ്ങും. അപ്പം ഭയങ്കര ടേസ്റ്റായി കറിക്ക്. അതിനുശേഷം നമ്മൾ ഇപ്പം ഒരു വിസിൽ മാത്രം അടിച്ചാൽ മതി. പിന്നെ എല്ലാം വെന്ത് സെറ്റായിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇപ്പോൾ എല്ലാം കൂടെ ചേർന്ന് നല്ല മിക്സായി. ഇനി നമ്മളിത് ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടായി ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇതിനകത്ത് വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം മതി. മഞ്ഞൾപ്പൊടി നമ്മളെടുത്ത് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് കേട്ടോ, മൂപ്പിച്ചെടുക്കുക. അതൊരു കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് മഞ്ഞൾപ്പൊടി മൂക്കുമ്പം തന്നെ. പിന്നെ നമ്മൾ ആവശ്യത്തിന് കുറച്ച് മല്ലിപ്പൊടി ഇവിടെ വേണ്ടത്. മല്ലിപ്പൊടിയാണ് ഈ കറിയുടെ ഹൈലൈറ്റ്. മല്ലിപ്പൊടി ചേർക്കുക. പിന്നെ വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി പെരിഞ്ജീരകവും കുരുമുളകും കൂടെ നമ്മൾ വറുത്ത് പൊടിച്ചത് വേണം. ഞാനത് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതും ഇട്ടു. അത്രയും നന്നായിട്ട് നല്ലതായിട്ട് മസാല മൂത്ത് വരുമ്പോഴത്തേക്കിനും ഇതിനകത്ത് നമ്മൾ വെന്ത് വെച്ച് ഇതിടുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ആവശ്യത്തിന് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഉപ്പുണ്ടെങ്കിൽ ഉപ്പില്ലെങ്കിൽ ഉപ്പും ചേർക്കുക. പിന്നെ പച്ചക്കറിവേപ്പില കഴുകി നമ്മൾ ഇടുക. ഇതേ നമുക്ക് അപ്പത്തിനും ചോറിനും എല്ലാത്തിനും ചപ്പാത്തിക്കും എല്ലാത്തിനും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാകും.